വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷനെക്കുറിച്ചും അതിനകത്തുള്ള നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള നമ്പറുകളും ക്യാരക്ടറുകളും ഒക്കെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇനി ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ പാർട്ടായ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കുന്നത് എന്താണ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ. ദ ആൾജിബ്ര ഓഫ് ലോജിക് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ആൾജിബ്ര ദാറ്റ് ഡീൽസ് വിത്ത് ദ ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ദാറ്റ് റെപ്രസെൻറ്റ് ദ വാല്യൂസ് 1 and 0. മാത്തമാറ്റിക്കൽ ആൾജിബ്രയുടെ ഒരു പാർട്ട് തന്നെയാണ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബൂളിയൻ വാല്യൂസിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളുകളെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന ആ ഓപ്പറേഷൻസ് ഡീൽ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ആൾജിബ്രയെ വിളിക്കുന്ന പേരാണ് ബൂളിയൻ ആൾജിബ്ര. അതായത് ബൂളിയൻ വാല്യൂസ്, അതായത് 1ഉം 0ഉം, നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ബൈനറി റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ആകെ 2 വാല്യൂസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? 1ഉം 0ഉം. അങ്ങനെയുള്ള 1ഉം 0യെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളുകളിൽ ഉള്ള ഓപ്പറേഷനുകളെക്കുറിച്ച്, അത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനുകളെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ആൾജിബ്രയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ബൂളിയൻ ആൾജിബ്ര. അപ്പോൾ ദ ആൾജിബ്ര ഓഫ് ലോജിക് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ആൾജിബ്ര ദാറ്റ് ഡീൽസ് വിത്ത് ദ ഓപ്പറേഷൻ ഓൺ വേരിയബിൾസ് ദാറ്റ് റെപ്രസെൻറ്റ് ദ വാല്യൂസ് 1 and 0. അപ്പോൾ ആൾജിബ്ര ഓഫ് ലോജിക്കാണ്. ഏത് ലോജിക്കൽ ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് 1s and 0s അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളുകൾക്കകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനുകളെക്കുറിച്ച് ഡീല് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ആൾജിബ്രയെ വിളിക്കുന്ന പേരാണ് ബൂളിയൻ ആൾജിബ്ര. ഇത് 1ഉം 0ഉം വെച്ച് നടത്തുന്ന ഓപ്പറേഷനുകളെക്കുറിച്ച് മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. ആ മാത്തമാറ്റിക്കൽ ആൾജിബ്രയെ വിളിക്കുന്ന പേരാണ് ബൂളിയൻ ആൾജിബ്ര. നമുക്ക് എന്താണ് ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ദ സെൻറ്റൻസ് വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് ടു ബി ട്രൂ ഓർ ഫാൾസ്. ഒരു സെൻറ്റൻസ് അതിൻ്റെ റിസൾട്ട് ട്രൂ ഓ ഫാൾസോ, ഈ 2 കണ്ടീഷൻ മാത്രം വരുന്ന തരത്തിലുള്ള, അത് ഡിറ്റർമിൻ ചെയ്യുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷനുകൾ എന്ന് പറയാം. എ ബിയേക്കാൾ വലുതാണോ? അതിന് 2 പോസിബിലിറ്റിയാണ് ഉണ്ടാവുന്നത്. ഒന്നുകിൽ എ ബിയേക്കാൾ വലുതായിരിക്കാം, അല്ലെങ്കിൽ എ ബിയേക്കാൾ വലുതല്ലാതിരിക്കാം, അല്ലേ? അപ്പോൾ ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ട്രൂ വാല്യൂവോ ഫാൾസ് വാല്യൂവോ ഡിറ്റർമിൻ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻ. അപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ട്രൂത്ത് ഫങ്ഷൻസ് ആർ ദ സെൻറ്റൻസസ് വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് ടു ബി ട്രൂ ഓർ ഫാൾസ്. അതിൻ്റെ 2 പോസിബിലിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. ഏതൊക്കെയാണ്? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പം അത്തരത്തിൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ട്രൂത്ത് ഫങ്ഷനുകൾ. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ലോജിക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിളുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ലോജിക്കൽ വേരിയബിൾസ് ഓർ ബൂളിയൻ വേരിയബിൾസ് which can store the variables which can store logical constants 1 and 0. നമുക്ക് നമ്മുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രൂത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ട്രൂ കണ്ടീഷനെ 1 എന്നും ഫാൾസ് കണ്ടീഷനെ നമ്മൾ 0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അത് നമുക്കറിയാം ഓൾറെഡി. ഓൺലി 1 and 0 മാത്രമേ നമ്മുടെ എന്തിനകത്ത് കാണത്തുള്ളൂ? ഈ ബൂളിയനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ ആ വേരിയബിളുകൾ ഒരു
ലോജിക്കൽ കോൺസ്റ്റൻറ്റിനെ ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾ ഒന്നുകിൽ ഒരു 1 അല്ലെങ്കിൽ ഒരു 0 സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്ന വേരിയബിളുകളെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിൾ. ദ വേരിയബിൾസ് വിച്ച് ക്യാൻ സ്റ്റോർ ലോജിക്കൽ കോൺസ്റ്റൻസ് 1 ആൻഡ് 0. 1ഉം 0യും സ്റ്റോർ ചെയ്യുന്ന വേരിയബിളുകളെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിൾസ്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് എന്താണ് ട്രൂത്ത് ടേബിൾ എന്നാണ്. എന്താണ് ട്രൂത്ത് ടേബിൾ? എ ടേബിൾ ദാറ്റ് ഷോസ് ബൂളിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൂളിയൻ ഓപ്പറേഷനകത്ത് ഒരു ബൂളിയൻ വാല്യൂവിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനുകളെയാണ് ബൂളിയൻ ഓപ്പറേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബൂളിയൻ ഓപ്പറേഷൻസും അതിൻ്റെ റിസൾട്ടുകളും കാണിക്കുന്ന ടേബിളിനെയാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ലിസ്റ്റ്സ് ഓൾ പോസിബിൾ ഇൻപുട്സ് ആൻഡ് ഫോർ ദ ഗിവൺ ഓപ്പറേഷൻ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ബൂളിയൻ ഒരു ഓപ്പറേഷന് അതായത് ബൂളിയൻ വാല്യൂസിനകത്ത് പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷന് അതിൻ്റെ പോസിബിളായിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ആ ഇൻപുട്ടുകൾക്ക് ആ ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും കാണിക്കുന്ന ടേബിളിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ എന്താ? എ ടേബിൾ ദാറ്റ് ഷോസ് ബൂളിയൻ ഓപ്പറേഷൻ ആൻഡ് ദെയർ റിസൾട്ട്സ്. ബൂളിയൻ ഓപ്പറേഷൻസും അതിൻ്റെ റിസൾട്ടും ഷോ ചെയ്യുന്ന ടേബിളിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അതിലെന്തൊക്കെ കാണും? ഒരു ഓപ്പറേഷൻ്റെ പോസിബിളായിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ആ ഇൻപുട്ടിന് ആ ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടും. പോസിബിളായിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ആ ഇൻപുട്ടിന് ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഔട്ട്പുട്ടുമാണ് എന്തിനകത്തുണ്ടാവുക? ട്രൂത്ത് ടേബിളിനകത്ത് ഉണ്ടാകുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ലോജിക് ഗേറ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ 1 or more ലോജിക്കൽ ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട്. ലോജിക്കൽ ഓപ്പറേഷൻസ് ഒന്നോ അതിലധികമോ ഇൻപുട്ടുകളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ലോജിക് ഗേറ്റ്. അപ്പോൾ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡിവൈസാണ്. ആ ഡിവൈസ് എന്താ ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ ഒന്നോ അതിലധികമോ ലോജിക്കൽ ഇൻപുട്ടുകളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ലോജിക് ഗേറ്റ്സ് ആർ primarily implemented using diodes or transistors acting as electronic switches. അപ്പോൾ ഡയോഡുകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെയാണ് എന്തുണ്ടാക്കുന്നത്? ഈ ലോജിക് ഗേറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവ ഇലക്ട്രോണിക് സ്വിച്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സ്വിച്ചസ് പോലെ വർക്ക് ചെയ്യും. There are 3 basic logic gates and they represent 3 basic boolean operation. പ്രധാനമായിട്ടും 3 ബേസിക് ആയിട്ടുള്ള ബൂളിയൻ ഓപ്പറേഷനുകളാണ് ഇതിനകത്തുള്ളത്. ആ 3 ബേസിക് ബൂളിയൻ ഓപ്പറേഷൻസിനെയും പെർഫോം ചെയ്യുന്ന 3 ലോജിക് ഗേറ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താ ലോജിക് ഗേറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ്. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസുകളാണ് ലോജിക് ഗേറ്റുകൾ. അവ ഒന്നോ അതിലധികമോ ഇൻപുട്ടുകളെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നോ അതിലധികമോ ഇൻപുട്ടുകളെ സ്വീകരിക്കും, എന്നിട്ട് അതിലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതിൽ ആദ്യത്തെ ലോജിക് ഗേറ്റാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പെർഫോം ലോജിക്കൽ അഡിഷൻ. ലോജിക്കൽ അഡിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർ ഗേറ്റ്. അതിൻ്റെ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ വെച്ചാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങളവിടെ നോക്കിയ ഫിഗറിൽ കാണുന്നത് 2 ഇൻപുട്ടുകളുള്ള ഒരു ലോജിക്കൽ ഓർ ഗേറ്റാണ്. എ എന്നും ബി എന്നും പറയുന്ന 2
ഇൻപുട്ട് നമ്മൾ ആ ലോജിക് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതാണ് ലോജിക്കൽ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അഡിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർ ഗേറ്റ്. ഇറ്റ് പെർഫോംസ് ലോജിക്കൽ അഡിഷൻ ആൻഡ് ദ സിമ്പൽ യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് പ്ലസ്. എ എന്നും ബി എന്നും പറയുന്ന ഇൻപുട്സ് കൊടുക്കുമ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. ഇതിനെയാണ് നമ്മൾ ലോജിക്കൽ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ആ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? എ എന്നും ബി എന്നും പറയുന്ന ഇൻപുട്ടുകളും എ പ്ലസ് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും എല്ലാ പോസിബിളായിട്ടുള്ള ഇൻപുട്ടുകളും ട്രൂത്ത് ടേബിളിൽ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എയ്ക്കും ബിക്കും ഏതൊക്കെ പോസിബിലിറ്റീസ് ആകാം? A0യും B0യും ആകാം, A0യും B1 ആകാം, A1 B0 ആകാം, രണ്ടും 1 ആകാം അല്ലേ? ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്ന ലോജിക്കൽ ഓർ ഓപ്പറേഷനിൽ എയും ബിയും 0 വരുന്ന കണ്ടീഷനിൽ മാത്രം 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കി എല്ലാ കേസുകളിലും 1 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻപുട്ടെങ്കിലും 1 ആയാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താകും? 1 ആകും. അപ്പോൾ 0യും 0യും ആയിരിക്കുമ്പോൾ മാത്രം 0. അതായത് നമുക്ക് പറയാം an OR gate produces low output only when all the inputs are low. എല്ലാ ഇൻപുട്ടുകളും ലോ ആയിരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? OR ഗേറ്റ് ലോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും അത് ഹൈ ഔട്ട്പുട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ഓപ്പറേഷനാണ് ആൻഡ് ഗേറ്റ്, അല്ലെങ്കിൽ അടുത്തൊരു ഗേറ്റാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് ആൻഡ് ഗേറ്റ്. നിങ്ങൾ ആ കാണുന്ന സിമ്പലാണ് ആൻഡ് ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ടും കൊടുത്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡോട്ട് വെച്ചിട്ടാണ്. എ ഡോട്ട് ബി കിട്ടും. ഇതാണ് ആൻഡ് ഗേറ്റ്. അപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്താൽ എ ഡോട്ട് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗേറ്റുകളെ വിളിക്കുന്ന പേരാണ് ആൻഡ് ഗേറ്റ്. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗേറ്റുകളാണ് ആൻഡ് ഗേറ്റുകൾ. ഇറ്റ് പെർഫോംസ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദ സിമ്പൽ യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് ഡോട്ട്. ഡോട്ട് ഓപ്പറേഷനാണ് ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയേ. അപ്പോൾ എ ബി എ ഡോട്ട് ബി പോസിബിലിറ്റീസ് ഏതൊക്കെയായിരുന്നു? 0യും 0യും ആകാം, 0യും 1ഉം ആകാം, 1ഉം 0യും ആകാം, 1ഉം 1ഉം ആകാം. ഇവിടെ ഉള്ള പോസിബിലിറ്റിയിൽ നിന്ന് 0യും 0യും ആയിരിക്കുമ്പോൾ അത് 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 0യും 1ഉം ആയിരുന്നാലും അതെന്ത് ചെയ്യും? 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 1ഉം 0യും ആയിരുന്നാലും അത് 0 പ്രൊഡ്യൂസ് ചെയ്യും. 1ഉം 1ഉം ആകുമ്പോൾ മാത്രം 1 പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഔട്ട്പുട്ട് ഹൈ ആവുന്നത് എപ്പോഴും മാത്രമാണ്? എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാം എ ലോജിക്കൽ ആൻഡ് ഗേറ്റ് പ്രൊഡ്യൂസസ് എ ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ഓൾ ദ ഇൻപുട്സ് ആർ ഹൈ. എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുമ്പോൾ മാത്രം ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത ഒരു ഗേറ്റാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അതൊരു യൂണറി ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അതായത് യൂണറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻപുട്ട് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നോട്ട് ഓപ്പറേറ്റർ പെർഫോംസ് ലോജിക്കൽ നെഗേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവേർട്ടർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഓവർ ബാർ സിമ്പൽ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എയുടെ മുകളിൽ ഒരു വരയും കൂടി ഇടും. അതിനാണ് അല്ലെങ്കിൽ നമ്മൾ കോംപ്ലിമെൻ്റ് എന്നോ എ ബാർ എന്നോ ഒക്കെ പറയും. അപ്പോൾ ഇവിടെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോജിക്കൽ നെഗേഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതായത് നമ്മൾ എ കൊടുത്താൽ എ കോംപ്ലിമെൻറ്റ് കിട്ടും ഈ ഗേറ്റിൽ നിന്ന്. ആ ഗേറ്റിൻ്റെ സിമ്പൽ അവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കിയേ. അപ്പോൾ എ കൊടുത്താൽ എ കോംപ്ലിമെൻറ്റ് കിട്ടും. ദാറ്റ് മീൻസ് ഇത് നെഗേറ്റീവ്. അതായത് നമ്മൾ 0 ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? 1 കിട്ടും. 1 ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? 0 കിട്ടും. ഈ ഓപ്പറേഷനാണ് നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് പെർഫോം ചെയ്യുന്ന ലോജിക്കൽ ഗേറ്റിനെയാണ് നമ്മൾ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലോജിക്കൽ നെഗേഷൻ ഓപ്പറേഷൻ എന്നും പറയും.
അപ്പോൾ ഇതാണ് 3 ബേസിക് ഗേറ്റുകൾ എന്ന് പറയുന്നത്. ഈ 3 ബേസിക് ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്പറേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നോക്കാം.